പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു കർത്താവ് മന്ദലക്കാരത്തി മറിയോട് ചോദിക്കുന്നൊരു ചോദ്യം നമുക്ക് തിരുവചനത്തിൽ കാണാം. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ഹൃദയം വ്യസനിക്കുമ്പോഴാണല്ലോ നാം കരയുന്നത്. നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാനോ നമ്മെ ആശ്വസിപ്പിക്കുവാനോ നമ്മുടെ അരികിൽ ആരുമില്ലാത്ത സാഹചര്യത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ ജീവിതം എത്രമാത്രം വ്യസനത്തിലേക്ക് പോകുവാനിടയാകും. വ്യസനത്തിൻ്റെ പടുകുഴിയിലേക്ക് നാം തള്ളപ്പെടുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ആ സമയങ്ങളിൽ ഉണ്ടാകാറില്ലേ? നമ്മെ ആശ്വസിപ്പിക്കുന്നവർ നമ്മെ തള്ളിക്കളയുമ്പോൾ, നമുക്കെതിരെ അവർ ശബ്ദമുയർത്തുമ്പോൾ തീർച്ചയായും നാം ഭാരപ്പെടുവാനിടയായിത്തീരും. ഇവിടെ കരയുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് യേശു കർത്താവ് ചോദിക്കുന്നു, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? 7 ഭൂതങ്ങൾ ബാധിച്ച് പിശാചിനാൽ അടിമപ്പെട്ട് കിടക്കുന്ന പാപിയായിരുന്ന മന്ദലക്കാരത്തി മറിയ എന്ന് പറയുന്ന ആ സ്ത്രീയെ യേശു കർത്താവ് പാപത്തിൽ നിന്ന് അവളെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. ആ കർത്താവിനോടുള്ള അവളുടെ സ്നേഹം വർദ്ധിച്ച് ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിവരം അറിയാതെ കല്ലറയ്ക്കൽ മാറി നിന്ന് അവൾ കരയുകയാണ്. കരയുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ ചോദ്യം എപ്പോഴും ഇങ്ങനെയാണ്, കരയുന്നവരോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? എങ്കിൽ ഈ പ്രഭാതത്തിൽ എത്ര പേർ വേദനയോട്, കരച്ചിലിനോട്, നിൻ്റെ ഭാരമേറിയ വിഷയത്തിന് നടുവിൽ നീ ഭാരപ്പെടുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എങ്കിൽ നിൻ്റെ വേദനകളും നിൻ്റെ ഭാരങ്ങളും സമീപേ നിൽക്കുന്ന നിൻ്റെ കർത്താവിന് അറിയാം. അവൻ നിനക്ക് സമീപസ്ഥനായി നിന്നോട് കൂടെ ഇരിക്കും. സന്തോഷവേളയിൽ പലരും നിൻ്റെ കൂടെ കണ്ടേക്കാം. കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാൻ പലരും കഴിയാതെ അവർ മാറി അകന്നേക്കാം. എന്നാൽ നിനക്ക് സമീപസ്ഥനായ ഒരു ദൈവമുണ്ട്. നിൻ്റെ ഹൃദയ നുറുക്കങ്ങളെ മുഴുവൻ അറിയുന്ന ഒരു തമ്പുരാൻ്റെ കരങ്ങളിൽ, പ്രിയ സഹോദര, രോഗിയായി ഭാരപ്പെടുന്ന ഈ വേളയിലും താങ്കൾക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? കരച്ചിലിൻ്റെ നിലവിളിയുടെ ശബ്ദം കർത്താവ് കേൾക്കുന്നു. ആ കർത്താവ് നമുക്ക് മറുപടി നൽകും. ആ കർത്താവിൽ